നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു അയൽപ്പക്കം സങ്കല്പിക്കുക. അവർ കുട്ടികളെ വളർത്തുന്നു, ദൈനംദിന ജോലികളിൽ പരസ്പരം സഹായിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, സാമൂഹിക ബന്ധങ്ങൾ പങ്കിടുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇത്തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നത്. എന്നാൽ ഒരു നിർണായക വ്യത്യാസമുണ്ട്. ഭൂമിയിൽ അവശേഷിക്കുന്ന അവസാനത്തെ മനുഷ്യർ താമസിക്കുന്നത് ഈ ചെറിയ സമൂഹത്തിലാണ്. ഈ അയൽപക്കത്തിന് പുറത്തുള്ള ലോകത്ത് മറ്റൊരു മനുഷ്യനും ജീവിക്കുന്നില്ല. ഇതൊരു സിനിമാ കഥയല്ല, യഥാർത്ഥ ശാസ്ത്രീയ കണ്ടെത്തലുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സംഭവമാണ്. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരിക്കൽ ഭൂമിയിൽ വെറും 1000-ലധികം മനുഷ്യർ മാത്രം അവശേഷിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ഗ്രഹത്തിലെ ഏകദേശം 99% മനുഷ്യരും അപ്രത്യക്ഷരായിപ്പോയി. എന്നാൽ അതെപ്പോൾ സംഭവിച്ചു? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ആ ചെറിയ മനുഷ്യ സമൂഹത്തിന് എങ്ങനെ അതിജീവിക്കാൻ സാധിച്ചു? ഇനിയും മനുഷ്യരാശി വീണ്ടും ഇതുപോലുള്ള വംശനാശ ഭീഷണി നേരിടുമോ? ആയിരത്തി 1998 മനുഷ്യരാശി ഒരിക്കൽ വംശനാശത്തിന്റെ വക്കിലായിരുന്നു എന്ന ആശയം ശക്തമായി ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധ നേടുന്നത്. അന്നാണ് ഇല്ലിനോയിഡ് സർവകലാശാലയിലെ നരവംശ ശാസ്ത്രജ്ഞനായ സ്റ്റാൻലി എച്ച് ആംബ്രോസ് ഹ്യൂമൻ പോപ്പുലേഷൻ ബോട്ടിൽനെക്സ്, വോൾക്കാനിക് വിന്റർ ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് മോഡേൺ ഹ്യൂമൻസ് എന്ന ഗവേഷണ പ്രബന്ധം ജേണൽ ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചത്. ഏകദേശം 75,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ ജനസംഖ്യയിൽ അസാധാരണമായ ഇടിവ് സംഭവിച്ചുവെന്നും മനുഷ്യരാശി ഒരിക്കൽ ഗുരുതരമായ പോപ്പുലേഷൻ ബോട്ടിൽനെക്ക് അഥവാ ജനസംഖ്യ തടസ്സത്തിലൂടെ കടന്നുപോയി എന്നും ആംബ്രോസ് അഭിപ്രായപ്പെട്ടു. പോപ്പുലേഷൻ ബോട്ടിൽനെക്ക് എന്നത് പുരാതന മനുഷ്യരുടെയോ അവരുടെ ഏറ്റവും അടുത്ത പൂർവികരുടെയോ ജനസംഖ്യ വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ശാസ്ത്രീയ പദമാണ്. ഏകദേശം 74,000 വർഷങ്ങൾക്ക് മുമ്പുള്ള പുരാവസ്തു കണ്ടെത്തലുകളുടെ എണ്ണം പെട്ടെന്ന് കുറഞ്ഞതായി ആംബ്രോസ് ശ്രദ്ധിച്ചു. അതിന് ഏറ്റവും യുക്തിസഹമായ വിശദീകരണം പുരാവസ്തു ഗവേഷകർ മതിയായ രീതിയിൽ അന്വേഷിച്ചില്ല എന്നതല്ല, മറിച്ച് ആ കാലഘട്ടത്തിൽ മനുഷ്യരുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞതിനാൽ അവശേഷിച്ച തെളിവുകളും വളരെ കുറവായിരുന്നു എന്നാണ്. പഴയ ക്യാമ്പ് സെറ്റുകൾ, കല്ലുപകരണങ്ങൾ, മനുഷ്യരുടെ അസ്ഥികളുടെ രൂപഘടന എന്നിവ പരിശോധിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിത സാഹചര്യങ്ങളും ഭക്ഷണ ലഭ്യതയും ഗുരുതരമായി മോശമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ അദ്ദേഹം കണ്ടെത്തി. ആംബ്രോസിൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രതിസന്ധിക്ക് പിന്നിൽ ആഗോള കാലാവസ്ഥയിലെ വലിയ മാറ്റങ്ങളായിരുന്നു. ഒരു ചെറിയ ഹിമയുഗത്തിൻ്റെ തുടക്കമായിരിക്കാം അതിന് കാരണമെന്ന് അദ്ദേഹം കരുതി. ഈ ശൃംഖലയിലെ ആദ്യകണ്ണിയായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് സുമാത്രയിലെ ടോംബ സൂപ്പർ അഗ്നിപർവ്വതത്തിൻ്റെ വിസ്ഫോടനമായിരുന്നു. കഴിഞ്ഞ 20 ലക്ഷം വർഷത്തിനിടയിൽ ഭൂമിയിലുണ്ടായ ഏറ്റവും ശക്തമായ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളിൽ ഒന്നായിരുന്നു അത്. അതിലൂടെ അന്തരീക്ഷത്തിലേക്ക് അളവറ്റ ചാരവും സൾഫർ സംയുക്തങ്ങളും പുറന്തള്ളപ്പെട്ടു. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത് കുറയുകയും അതിൻ്റെ ഫലമായി അഗ്നിപർവ്വത ശൈത്യകാലം എന്നറിയപ്പെടുന്ന ദീർഘകാല തണുപ്പ് രൂപപ്പെടുകയും ചെയ്തു. ഇത്തരം സാഹചര്യത്തിൽ മനുഷ്യസംഖ്യയിൽ വളരെ ഇടിവുണ്ടാകാമെന്ന് യുക്തിസഹമായ നിഗമനമായി തോന്നി. എന്നിരുന്നാലും ഈ സിദ്ധാന്തം എല്ലാവരും അന്ന് അംഗീകരിച്ചില്ല. വിമർശകർ ചൂണ്ടിക്കാട്ടിയത് ലഭ്യമായ പുരാവസ്തു തെളിവുകളും വളരെ പരിമിതമാണ് എന്ന്, അന്നത്തെ കാലാവസ്ഥാ മാതൃകകൾ അത്ര കൃത്യമുള്ളതല്ല എന്നുമായിരുന്നു. അതിനാൽ ടോംബ സ്ഫോടനം മാത്രം മനുഷ്യ ജനസംഖ്യയുടെ ഇടിവിന് കാരണമാകാമെന്ന് ഉറപ്പിച്ചു പറയാനാകില്ല എന്ന് അവർ വാദിച്ചു. എന്നാൽ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം 2023 ശാസ്ത്രലോകം പുരാതന DNA വിശകലനം ചെയ്യുവാൻ കൂടുതൽ കൃത്യതയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. ഗവേഷകർ ഈ വിവരങ്ങളെ ആധുനിക മനുഷ്യരുടെ DNA താരതമ്യം ചെയ്തപ്പോൾ അത്ഭുതകരമായ ഒരു കണ്ടെത്തലിലാണ് വന്നു ചേർന്നത്. സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച വലിയൊരു പഠനം വെളിപ്പെടുത്തുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ രൂപത്തിലും നിറത്തിലും സംസ്കാരത്തിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ജനിതകപരമായി അവർ പരസ്പരം അതിശയകരമായ സമാനരാണ് എന്നതാണ്. അതിൻ്റെ കാരണം നമ്മളെല്ലാവരും ഹോമോ സാപ്പിയൻസ് ആയതുകൊണ്ട് മാത്രമല്ല, അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു വിശദീകരണമുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യ ജനസംഖ്യയുടെ ജനിതക വൈവിധ്യം ഒരേ വനത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിക്കുന്ന ചിമ്പാൻസികളിലെ ജനിതക വൈവിധ്യത്തെക്കാൾ പോലും കുറവാണ് എന്ന് ഗവേഷകർ കണ്ടെത്തി. ഈ കണ്ടെത്തൽ ഒരേ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്: ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന 8 ബില്യണിലും അധികം മനുഷ്യരും ഒരിക്കൽ ജീവിച്ചിരുന്ന വളരെ ചെറിയ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ പിൻഗാമികളാണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഏതാനും 100 പേരുടെ സന്തതികൾ. അതായത് മനുഷ്യരാശി മുഴുവനും ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല.
ഈ കണ്ടെത്തൽ സ്റ്റാൻലി ആംബ്രോസിൻ്റെ സിദ്ധാന്തങ്ങളെ ഭാഗികമായിട്ടാണെങ്കിലും പിന്തുണയ്ക്കുന്നതായിരുന്നു. എന്നാൽ പുതിയ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നത് മനുഷ്യരാശി വംശനാശത്തിൻ്റെ വക്കിലെത്തിയത് 75,000 വർഷങ്ങൾക്ക് മുമ്പല്ല, അതിനേക്കാളും വളരെ മുമ്പാണ് എന്നാണ്. ഗവേഷകരുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഏകദേശം 93,000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 8,13,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലയളവിൽ മനുഷ്യരുടെ പൂർവികർ ജനസംഖ്യയിൽ 98.7% ഭീകരമായ ഇടിവ് നേരിട്ടു. ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ ഘട്ടത്തിൽ ഭൂമിയിൽ വെറും 1280 വ്യക്തികൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു നിമിഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇന്ന് കോടിക്കണക്കിന് ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ ഒരിക്കൽ മുഴുവൻ മനുഷ്യരാശിയും വെറും 1280 പേരായി ചുരുങ്ങിയിരുന്നു. ഒരു ചെറിയ പട്ടണത്തിലോ ഏതാനും മീറ്ററുകൾ ഉയരം കൂടിയ അപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങളിലോ താമസിക്കാവുന്ന ആളുകളുടെ അത്ര മാത്രം. വാസ്തവത്തിൽ മനുഷ്യരാശി അന്ന് വംശനാശത്തിൽ നിന്നും ഒരു പടി മാത്രം അകലെയായിരുന്നില്ല, 1 മില്ലിമീറ്റർ മാത്രം അകലെയായിരുന്നു. മറ്റൊരു ചെറിയ ദുരന്തം, മറ്റൊരു കാലാവസ്ഥാ മാറ്റം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിസന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ശേഷിച്ചിരുന്ന ആ ചെറിയ മനുഷ്യ സമൂഹവും അപ്രത്യക്ഷമാകുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഉണ്ടാകുമായിരുന്നേയില്ല. തീർച്ചയായും ആ 1280 പേർ അന്ന് ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരുടെയും പ്രതിനിധികളായിരുന്നില്ലായിരിക്കാം. പകരം അവരുടെ ജീനുകൾ ഭാവി തലമുറകളിലേക്ക് കൈമാറുവാൻ കഴിഞ്ഞ വ്യക്തികളായിരിക്കാം അവർ. എന്നിരുന്നാലും ഈ വസ്തുതയുടെ അത്ഭുതകരമായ സ്വഭാവം അതുകൊണ്ട് കുറയുന്നില്ല. ഇന്ന് ജീവിക്കുന്ന എല്ലാവരും പരിണാമചരിത്രത്തിലെ അത്യന്തം അപകടകരമായ ഒരു ജനസംഖ്യാ തടസ്സത്തെ അതിജീവിച്ച ആ കുറച്ച് പുരാതന ഹോമിനിഡുകളുടെ പിൻഗാമികളാണ്. എല്ലാ സാധ്യതകൾക്കും എതിരായി അവർ നിലനിന്നു. അവരുടെ അതിജീവനമാണ് ഇന്നത്തെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അടിത്തറയായത്. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പ്രതിസന്ധി ഏതാനും വർഷങ്ങളോ നൂറ്റാണ്ടുകളോ മാത്രം നീണ്ടു നിന്നതല്ല എന്നാണ്. മറിച്ച് ഏകദേശം 100,000 വർഷക്കാലത്തോളം ജനസംഖ്യ അതീവ അപകടകരമായ നിലയിൽ തന്നെ തുടർന്നിരിക്കാം. ഇന്ന് ശാസ്ത്രലോകം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: അന്ന് മനുഷ്യരാശിക്ക് എന്താണ് സംഭവിച്ചത്? എന്താണ് 98.7% ആളുകളെയും ഇല്ലാതാക്കിയത്? ഇതിന് വ്യക്തമായ ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും ഗവേഷകർ ചില സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവർ ഈ കാലഘട്ടത്തെ താൽക്കാലികമായി 0.9 മില്യൺ ഇയർ ഇവൻറ്റ് എന്ന് വിളിക്കുന്നു. ഇത് മറ്റൊരു ദുരന്തത്തിൻ്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ നിരവധി പ്രതികൂല സംഭവങ്ങൾ ഒന്നിച്ചുണ്ടായതിൻ്റെ പ്രതിഫലമായിരിക്കാം. എന്തായാലും ഭൂമിയിലെ മനുഷ്യ ജനസംഖ്യയെ വംശനാശത്തിൻ്റെ വക്കിലെത്തിച്ച ഒരു മഹാപ്രതിസന്ധി ആയിരുന്നു അത്. പല ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നത് ഈ ദുരന്തത്തിൻ്റെ പ്രധാന കാരണം ആഗോള കാലാവസ്ഥയിലെ കഠിനമായ തണുപ്പായിരിക്കാം എന്നാണ്. വർദ്ധിച്ച അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ ചാരവും വാതകങ്ങളും പുറന്തള്ളുകയും അതിൻ്റെ ഫലമായി ആഗോള താപനില കുത്തനെ താഴുകയും ചെയ്തിരിക്കാം. പുരാതന മനുഷ്യർ താമസിച്ചിരുന്ന പ്രദേശങ്ങൾ പെട്ടെന്ന് തണുത്തതും വരണ്ടതും ഫലഭൂയിഷ്ഠത കുറഞ്ഞതുമായ ഭൂമികളായി മാറിയിരിക്കാം. മുഴുവൻ ആവാസ വ്യവസ്ഥകളും തകർന്നുപോയി. മനുഷ്യരാശ്രയിച്ചിരുന്ന സസ്യങ്ങളും മൃഗങ്ങളും അപ്രത്യക്ഷരായി. ഒരു ഗ്രാമത്തിൻ്റെ ഏക ജലസ്രോതസ്സായി നദി പെട്ടെന്ന് വറ്റിപ്പോയ പോലെ പുരാതന മനുഷ്യരുടെ ജീവിതാധാരങ്ങളും തകർന്നു വീണു. അതിജീവിക്കുവാൻ അവർ പുതിയ അഭയകേന്ദ്രങ്ങൾ തേടേണ്ടി വന്നു. പ്രാകൃത വാസസ്ഥലങ്ങൾ നിർമ്മിക്കേണ്ടി വന്നു. മുൻപ് ഭക്ഷ്യയോഗ്യമല്ല എന്ന് കരുതിയിരുന്ന സസ്യങ്ങളും ജീവജാലങ്ങളും പോലും ഭക്ഷണമായി ഉപയോഗിക്കുവാൻ അവർ ശ്രമിക്കേണ്ടി വന്നു. ജനസംഖ്യ ക്രമേണ ഒരു നിർണായക പരിധിയിലേക്ക് താഴ്ന്നുപോയി. നമ്മുടെ പൂർവികർ അല്പം പോലും കുറവ് പ്രതിരോധശേഷി ഉള്ളവരായിരുന്നുവെങ്കിൽ മനുഷ്യരാശിയുടെ വംശനാശം അനിവാര്യമായേനെ. എന്നിരുന്നാലും എല്ലാ ശാസ്ത്രജ്ഞരും ഇതേ വിശദീകരണത്തോട് യോജിക്കുന്നില്ല. ചില ഗവേഷകർ കരുതുന്നത് സമുദ്രപ്രവാഹങ്ങളിലുണ്ടായ വലിയ മാറ്റങ്ങളാണ് ഈ ദുരന്തത്തിന് പിന്നിലെന്നാണ്. സമുദ്രപ്രവാഹങ്ങളിലെ വ്യതിയാനങ്ങൾ ആഗോള കാലാവസ്ഥയെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കാം. ജലനിരപ്പ് ഉയർന്നു വന്നിരിക്കാം. അതിൻ്റെ ഫലമായി ആവാസ വ്യവസ്ഥകൾ പുനഃസംഘടിപ്പിക്കപ്പെടുകയും ഭക്ഷ്യശൃംഖലകൾ തകരുകയും ചെയ്തിരിക്കാം. ഈ മാറ്റങ്ങൾ വ്യാപകമായ വിശപ്പിനും മരണത്തിനും കാരണമായിരിക്കാം. ദുരന്തത്തിന് മുൻപ് മനുഷ്യരുടെ എണ്ണം ഏകദേശം 100,000 വരെ എത്തിയിരിക്കാമെന്ന് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ തുടർന്ന് സംഭവിച്ച മഹാവിപത്തിൽ ആ ജനസംഖ്യയുടെ 98.7% അപ്രത്യക്ഷമായി. ഈ കണക്കിൻ്റെ ഭീകരത വീണ്ടും ഓർമ്മിപ്പിക്കാം. ഓരോ 100 മനുഷ്യരിൽ 99 പേരും ഇല്ലാതെയായി. അസാധാരണമായ സാഹചര്യങ്ങളിൽ അതിജീവിക്കുവാൻ കഴിഞ്ഞ വളരെ കുറച്ചാളുകൾ മാത്രമാണ് ശേഷിച്ചത്. ഇത് മനുഷ്യരാശിയെ മാത്രമല്ല ബാധിച്ചത്. ഏകദേശം 9 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ പ്രതിസന്ധി
നിരവധി ജീവവർഗങ്ങളെയും വിനാശകരമായി ബാധിച്ചു. ചില ജീവവർഗങ്ങൾ ഭൂമിയുടെ മുഖത്തുനിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷരായി. ഭൂമിയെ ഒരു ക്രൂരമായ അതിജീവന മത്സരത്തിൻ്റെ വേദിയായി സങ്കല്പിക്കുക. അതിൽ ഓരോ ജീവവർഗത്തിനും നിലനിൽക്കണമെങ്കിൽ പോരാടേണ്ടി വന്നു. ചിലർ വിജയിച്ചു, എന്നാൽ ചിലർ എന്നേക്കുമായി ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമായി. അത്തരത്തിൽ നിലനിൽക്കാനാവാതെ പോയവരിൽ ഏറ്റവും നിഗൂഢമായ മനുഷ്യ പൂർവികരായിരുന്നു ഹോമോ ആൻഡേസെസർ. ഏകദേശം 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ ജീവിച്ചിരുന്ന ഈ ഇനം ഹോമോ ഇറക്ടസിനും പിന്നീട് കടന്നു വന്ന മനുഷ്യവർഗങ്ങൾക്കും ഇടയിലുള്ള ഒരു പ്രധാന പരിണാമ കണ്ണിയായി കണക്കാക്കപ്പെടുന്നു. ഉപകരണങ്ങൾ നിർമ്മിക്കുവാനും വേട്ടയാടുവാനും ഇവർക്ക് കഴിവുണ്ടായിരുന്നു. എന്നിരുന്നാലും 0.9 മില്യൺ വർഷത്തെ സംഭവം സൃഷ്ടിച്ച അതികഠിനമായ സാഹചര്യങ്ങൾ അവരുടെ കഴിവുകളെ പോലും മറികടക്കുന്ന വെല്ലുവിളിയായി മാറിയിരിക്കാം. അവസാനം ഈ മനുഷ്യവർഗം ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി. അതേസമയം മറ്റൊരു മനുഷ്യപൂർവിക വർഗമായ ഹോമോ ഹൈഡൻബർഗ്സിന് അതിജീവിക്കുവാൻ കഴിഞ്ഞു. മറ്റു പുരാതന മനുഷ്യവർഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവർക്ക് കൂടുതൽ വികസിതമായ ചിന്താശേഷിയും മികച്ച സാമൂഹിക സംഘടനയും ഉണ്ടായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. കൂടുതൽ സങ്കീർണമായ കല്ലുപകരണങ്ങൾ നിർമ്മിക്കുവാനും തീ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുവാനും ഇവർക്ക് കഴിഞ്ഞിരുന്നു. അത്തരം കഴിവുകളാണ് അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ ഇവർക്ക് നിർണായക മുൻതൂക്കം നൽകിയത്. ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് താരതമ്യേന ഉറപ്പുള്ള കുടിലുകൾ ആദ്യമായി നിർമ്മിച്ചത് ഹോമോ ഹൈഡൻബർഗ്സ് ആയിരുന്നു എന്നാണ്. ഇതിന് തെളിവായി ഏകദേശം 7 ലക്ഷം വർഷം പഴക്കമുള്ള ഒരു ശില അടിത്തറ ചെക്ക് റിപ്പബ്ലിക് പുരാവസ്തു കേന്ദ്രത്തിൽ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഈ വാസസ്ഥലത്തിന് കട്ടിയുള്ള ശാഖകളോ നേർത്ത മരത്തൂണുകളോ ഉപയോഗിച്ച് നിർമ്മിച്ച കമാനാകൃതിയുള്ള മേൽക്കൂര ഉണ്ടായിരിക്കാമെന്നാണ് ഗവേഷകരുടെ നിഗമനം. വലിയ കല്ലുകളും മണ്ണും ഉപയോഗിച്ച് ഉറപ്പിച്ച അടിത്തറയും അതിനുണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള അഭയകേന്ദ്രങ്ങൾ അതികഠിനമായ തണുപ്പിൽ നിന്നും കാറ്റിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും വേട്ടക്കാരിൽ നിന്ന് സുരക്ഷ നൽകുകയും ചെയ്തിരിക്കാം. അതിനാൽ അവരുടെ സാങ്കേതിക വിദ്യയും കൂട്ടായ ജീവിത രീതിയും ഈ ദുരന്തകാലത്ത് അതിജീവിക്കുവാൻ സഹായിച്ച പ്രധാന ഘടകങ്ങളായിരിക്കാം. എന്നാൽ 0.9 മില്യൺ വർഷങ്ങൾക്ക് മുമ്പത്തെ സംഭവം മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഭൂമിയിലെ അനേകം ജന്തുജാലങ്ങൾക്കും അതിൻ്റെ ആഘാതം നേരിടേണ്ടി വന്നു. ഈ കാലഘട്ടം മിഡ് പ്ലൈറ്റോസീൻ ട്രാൻസിഷൻ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ കാലാവസ്ഥാ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ മാറ്റങ്ങളിൽ ഒന്നായി പൊരുത്തപ്പെടുന്നു. ഭൂമിയിലെ ഹിമയുഗങ്ങളുടെ സ്വഭാവം തന്നെ മാറിത്തുടങ്ങിയ കാലഘട്ടമായിരുന്നു ഇത്. ഈ മാറ്റം മൂലം ലോകമെമ്പാടുമുള്ള ആവാസ വ്യവസ്ഥകൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ഭൂമിയിൽ ഇത്രയും വലിയ തോതിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അവ പലപ്പോഴും കൂട്ടവംശനാശത്തിന് വഴിവെക്കാറുണ്ട്. അതുതന്നെയായിരിക്കാം ഇവിടെയും സംഭവിച്ചത്. ഉദാഹരണത്തിന് സേബർ പല്ലുകളുള്ള ചില പുരാതന പൂച്ചവർഗ്ഗങ്ങൾ ഈ കാലഘട്ടത്തെ അതിജീവിച്ചില്ല. പുരാതന ക്യാനിഡുകളുടെ നിരവധി ശാഖകൾ ഏതാണ്ട് പരിപൂർണമായും ഇല്ലാതെയായിപ്പോയി. പഴയ പ്യൂമാവർഗ്ഗങ്ങളിലെയും നിരവധി ഇനങ്ങൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി. കരയിലെ ജീവികൾ മാത്രമല്ല, സമുദ്ര ആവാസ വ്യവസ്ഥകളും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. നിരവധി ചെറിയ സമുദ്രജീവികൾക്ക് വംശനാശം സംഭവിച്ചു. വലിയ സമുദ്രജീവികൾക്ക് പോലും ഈ കാലഘട്ടം അതിജീവിക്കുക എളുപ്പമായിരുന്നില്ല. പുരാതന സ്രാവുകളുടെയും ഡോൾഫിനുകളുടെയും ചില ശാഖകൾ എന്നേക്കുമായി ഇല്ലാതെയായി. ഇതിനൊരു പ്രധാന കാരണം സമുദ്രത്തിലെ ഓക്സിജന്റെ അളവിലുണ്ടായ ഗണ്യമായ കുറവായിരിക്കാമെന്ന് ചില ഗവേഷകർ കരുതുന്നു. ആഗോള കാലാവസ്ഥാ വ്യതിയാനം സമുദ്രപ്രവാഹങ്ങളുടെ ചംക്രമണത്തെ മാറ്റിമറിക്കുകയും അതിൻ്റെ ഫലമായി സമുദ്ര ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ തകരുകയും ചെയ്തിരിക്കാം. ഇത്രയും വലിയ വംശനാശങ്ങളുടെ പട്ടികയിൽ മനുഷ്യരും ഉൾപ്പെടാതിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. 0.9 മില്യൺ വർഷത്തെ സംഭവം മനുഷ്യരാശിക്ക് നേരിട്ട ഏറ്റവും ഭീകരമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് മനുഷ്യർക്ക് അതിവേഗം കരകയറുവാൻ കഴിഞ്ഞില്ല. ഈ പ്രതിസന്ധി ഏതാനും നൂറ്റാണ്ടുകൾ മാത്രമല്ല, കുറഞ്ഞത് 1,00,000 വർഷമെങ്കിലും നീണ്ടു നിന്നതായി ഗവേഷകർ സൂചിപ്പിക്കുന്നു. ആ കാലയളവിൽ മനുഷ്യരാശിയുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായിരുന്നു. മനുഷ്യവർഗം നിലനിൽക്കുകയോ അതോ ചരിത്രത്തിൽ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമാവുകയോ എന്നതുപോലും വ്യക്തമായിരുന്നില്ല. എന്നിരുന്നാലും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നമ്മുടെ പൂർവികർ മുന്നോട്ട് പോയി. അവരുടെ അതിജീവനത്തിൻ്റെ ഫലമാണ് ഇന്ന് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എന്നിരുന്നാലും മനുഷ്യരാശിയുടെ പോരാട്ടം അവിടെ അവസാനിച്ചില്ല. ഏകദേശം 70,000 മുതൽ 50,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള മനുഷ്യവർഗം നിരവധി ഭീഷണികൾ നേരിടേണ്ടി വന്നു. എന്നാൽ ക്രമേണ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ തുടങ്ങി.
നമ്മുടെ പൂർവികർ കൂടുതൽ പ്രതിരോധശേഷിയുള്ളവരായി മാറുകയും പരിസ്ഥിതിക്ക് കൂടുതൽ ഫലപ്രദമായി പൊരുത്തപ്പെടാൻ കഴിയുകയും ചെയ്തു. ഈ മാറ്റത്തിന് ഒരൊറ്റ കാരണമല്ല ഉണ്ടായിരുന്നത്. അനേകം ചെറിയ പുരോഗതികൾ ഒരുമിച്ച് ചേർന്നാണ് മനുഷ്യരാശിയെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചത്. പാലിയോളിത്തിക് യുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മനുഷ്യർ വികസനത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. വേട്ടയാടൽ കൂടുതൽ കാര്യക്ഷമമായതിനാൽ അവർ കൂടുതൽ സങ്കീർണവും കൃത്യതയേറിയതുമായ ഉപകരണങ്ങൾ നിർമ്മിക്കുവാൻ തുടങ്ങി. കല്ലുപകരണങ്ങളുടെ രൂപകൽപ്പന മെച്ചപ്പെട്ടു. പുതിയ സാങ്കേതിക വിദ്യകൾ രൂപപ്പെട്ടു. അതിലൂടെ ഭക്ഷണം കണ്ടെത്തുവാനും ശേഖരിക്കുവാനും വേട്ടക്കാരിൽ നിന്ന് സ്വയം സംരക്ഷിക്കുവാനും മനുഷ്യർക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ കഴിവ് ലഭിച്ചു. അതോടൊപ്പം മനുഷ്യരുടെ സാമൂഹിക ജീവിതവും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. ആചാരാനുഷ്ഠാനങ്ങൾ, പരസ്പര സഹകരണം, അറിവ് തലമുറകളിലേക്ക് കൈമാറുന്ന രീതികൾ എന്നിവ കൂടുതൽ ശക്തമായി. കൂട്ടായ ജീവിതം മനുഷ്യരുടെ ഏറ്റവും വലിയ ശക്തിയായി മാറി. ആ കാലഘട്ടത്തിലാണ് മനുഷ്യർ ഭാഷയിലൂടെയും ആശയവിനിമയത്തിലൂടെയും കൂടുതൽ കാര്യക്ഷമമായി അറിവ് പങ്കുവയ്ക്കാൻ തുടങ്ങിയത്. ഈ പുരോഗതികൾ മനുഷ്യരാശിയുടെ അതിജീവന സാധ്യത ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഏകദേശം 40,000 മുതൽ 30,000 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു അത്ഭുതകരമായ മാറ്റവും സംഭവിച്ചു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഗുഹാചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഗുഹകളുടെ ചുമരുകളിൽ മനുഷ്യർ മൃഗങ്ങളുടെയും വേട്ടയാടൽ രംഗങ്ങളും കൈയടയാളങ്ങളുടെയും വിവിധ ചിഹ്നങ്ങളുടെയും ചിത്രങ്ങൾ വരച്ചു. അവ വെറും ചിത്രങ്ങൾ മാത്രമായിരുന്നില്ല. അവ മനുഷ്യരുടെ സൃഷ്ടിപരമായ ചിന്തയുടെ ആദ്യ മഹത്തായ തെളിവുകളായിരുന്നു. അതോടൊപ്പം പ്രതീകാത്മകമായ ആശയവിനിമയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആത്മീയ ചിന്തയുടെയും തുടക്കവും അതിലൂടെ പ്രകടമായി. മനുഷ്യർക്ക് ഇനി ഓരോ ദിവസവും അതിജീവനത്തിനായി മാത്രം പോരാടേണ്ട സാഹചര്യമില്ലായിരുന്നു. അവർക്ക് ചിന്തിക്കാനും സൃഷ്ടിക്കാനും അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ധാരാളം സമയം ലഭിച്ചു. അതായിരുന്നു മനുഷ്യരാശിയുടെ യഥാർത്ഥ ഉദയത്തിൻ്റെ തുടക്കം. ഒരിക്കൽ വെറും 1280 പേരായി ചുരുങ്ങിപ്പോയ ആ ചെറിയ മനുഷ്യ സമൂഹത്തിൻ്റെ സന്തതികളാണ് ഇന്ന് ഭൂമിയിലെ 8 ബില്യണിലും അധികം ആളുകൾ. നമ്മളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഓരോ ജനിതക പാരമ്പര്യവും അസാധ്യമായ സാഹചര്യങ്ങളിലും ജീവൻ കൈവിടാതിരുന്ന ആ ധീരരായ പൂർവികരുടെ ഓർമ്മയാണ്. ചരിത്രത്തിൽ പല മഹാദുരന്തങ്ങളും സംഭവിച്ചു. ഭൂമിയിലെ അനേകം ജീവവർഗങ്ങൾ അവയിൽ ഇല്ലാതെയായിപ്പോയി. എന്നാൽ മനുഷ്യരാശി ഓരോ തവണയും പഠിച്ചു, പൊരുത്തപ്പെട്ടു, വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് തന്നെ നമ്മുടെ കഥ വംശനാശത്തിൻ്റെ കഥയല്ല, അത് അതിജീവനത്തിൻ്റെ കഥയാണ്. സാധാരണയായി തോന്നിയ വെല്ലുവിളികളെ നേരിട്ട് വിജയിച്ച ഒരു ജീവവർഗത്തിൻ്റെ കഥയാണ്. ഇന്ന് നാം ഇവിടെ നിലകൊള്ളുന്നത് ഒരിക്കൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സാഹചര്യത്തിലും ജീവിക്കാൻ തീരുമാനിച്ച ആ വളരെ കുറച്ചു മനുഷ്യരുടെ ധൈര്യത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് മനുഷ്യചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങൾ പോലും ശാശ്വതമല്ല. അറിവും സഹകരണവും പൊരുത്തപ്പെടാനുള്ള കഴിവും നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യരാശിക്ക് മുന്നോട്ടുള്ള വഴി എപ്പോഴും ഉണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.